അന്നത്തെ പുഞ്ചിരി കൊണ്ട് പുൽകിയ യുവനേതാക്കളിൽ ഒരാളായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ ബംഗാളിൽ നിന്നുള്ള സ്വാതന്ത്ര്യസമര സേനാനി. ജനിച്ചത് ഡിസംബർ 3, 1889 ബംഗാളിലെ മിഡ്നാപൂർ എന്ന ഗ്രാമത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു റവന്യൂ ഉദ്യോഗസ്ഥനായിരുന്നു. 1900 തുടക്കത്തിൽ അരവിന്ദോയും സിസ്റ്റർ നിവേദിതയും തുടർച്ചയായി മിഡ്നാപൂർ സന്ദർശിച്ച് പ്രഭാഷണങ്ങൾ നടത്തുമായിരുന്നു. ഖുദിറാം ഉൾപ്പെടെയുള്ള യുവാക്കൾക്ക് കൂടുതലായി ദേശീയ പ്രസ്ഥാനത്തിനോട് അടുക്കുവാൻ അത് കാരണമായി. തൻ്റെ ഗുരുവായ സത്യേന്ദ്രനാഥ് ബോസിൽ നിന്നും ഭഗവത്ഗീതയിൽ നിന്നും ബോസ് തൻ്റെ വിപ്ലവ ചിന്തകൾ കൂടുതലായി ഉൾക്കൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പ്രധാനമായിട്ടും മുന്നോട്ട്. 16-ാമത്തെ വയസ്സിൽ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇദ്ദേഹം എത്തി. ഈ പ്രായത്തിൽ തന്നെ പോലീസുകാരെ വധിക്കുക എന്ന ഉദ്ദേശത്തോടെ പോലീസ് സ്റ്റേഷനിൽ ഖുദിറാം ബോംബുകൾ സ്ഥാപിച്ചു. 3 വർഷങ്ങൾക്ക് ശേഷം മുസാഫർപൂർ എന്ന സ്ഥലത്ത് കിങ്സ്ഫോർഡ് പ്രഭുവിനെതിരെ ബോംബ് എറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബീഹാറിലെ മോതിജ് ഹിൽ എന്ന സ്ഥലത്തായിരുന്നു ഖുദിറാം എത്തപ്പെട്ടത്. അവിടെ അടുത്തുള്ള ഒരു ധർമ്മശാലയിൽ താമസവും ആൾമാറാട്ടത്തിൻ്റെ ഭാഗമായി ഹരേൻ ശങ്കർ എന്ന അപരനാമവും സ്വീകരിച്ചു. ആദ്യത്തെ കുറേ ദിവസം കിങ്സ്ഫോർഡിൻ്റെ ദിനചര്യ പഠിക്കുവാനാണ് ഖുദിറാം ശ്രദ്ധിച്ചത്. ക്ലബിലേക്കും തിരികെ വീട്ടിലേക്കും പോകുന്ന വഴിയും സമയവുമെല്ലാം ഖുദിറാം മനഃപ്പാടമാക്കി. അയാളെ വകവരുത്തുവാനുള്ള പ്രാഥമിക പദ്ധതിയും തയ്യാറാക്കി. 1908 ഏപ്രിൽ 30 കിങ്സ്ഫോർഡ് വരുന്നതും കാത്ത് ഖുദിറാം യൂറോപ്യൻ ക്ലബിന് പുറത്ത് കാത്തുനിന്നു. 8:30 കിങ്സ്ഫോർഡിനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം പുറത്തേക്ക് വന്നപ്പോൾ ഖുദിറാം ഒരു കൈയിൽ തോക്കും ചൂണ്ടിക്കൊണ്ട് വാഹനത്തിന് നേരെ ബോംബെറിഞ്ഞു. വാഹനം കത്തിയെരിഞ്ഞു. എന്നാൽ ഖുദിറാം പ്രതീക്ഷിച്ചതുപോലെ അതിൽ കിങ്സ്ഫോർഡ് ഉണ്ടായിരുന്നില്ല. മുസാഫർ കോടതിയിലെ അഭിഭാഷകനായിരുന്ന ബാരിസ്റ്റർ കെന്നിയുടെ ഭാര്യയും കുഞ്ഞുമായിരുന്നു ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. രാത്രിയോടെ പോലീസ് ആക്രമികൾക്കായി തിരച്ചിൽ തുടങ്ങി. ആക്രമികളെക്കുറിച്ച് വിവരം നൽകുന്നവർക്കോ ജീവനോടെ അല്ലാതെയോ പിടിക്കുന്നവർക്കോ സർക്കാർ 1000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. ഖുദിറാമിനെ പിടിക്കാനായി പോലീസ് എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും കാത്തുനിന്നു. എന്നാൽ ഖുദിറാം റെയിൽവേ ഗതാഗത മാർഗമായി സ്വീകരിക്കാതെ ഗ്രാമപ്രദേശങ്ങളിലൂടെ കാൽനടയായി തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് നടന്നു. 25 മൈലോളം കാൽനടയായി ഒരിടത്തും നിൽക്കാതെ സഞ്ചരിച്ച ഖുദിറാം അവസാനം കുടിക്കാൻ കുറച്ച് വെള്ളത്തിനായി ആൾപ്പെരുമാറ്റം കുറവുള്ള വൈനി സ്റ്റേഷനിലേക്ക് ചെന്നു. ഖുദിറാമിൻ്റെ മുഷിഞ്ഞ വേഷവും പാദരക്ഷയില്ലാത്ത കാൽപാദവും കണ്ട് സംശയം തോന്നിയ 2 പോലീസുകാർ ഖുദിറാമിനെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. അവരോട് എതിർത്ത ഖുദിറാമിൻ്റെ കയ്യിൽ നിന്നും കൈത്തോക്ക് താഴെ വീണു. ഇത് കണ്ട പോലീസ് ഖുദിറാമിനെ കീഴ്പ്പെടുത്തി 2 കൈത്തോക്കുകളും 37 വട്ടം വെടിവെക്കാനുള്ള തിരകളും 30 രൂപയും ഖുദിറാമിൻ്റെ കയ്യിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. കൗമാരക്കാരനായ വിപ്ലവകാരിയെ കാണാനായി ജനങ്ങൾ തിങ്ങി നിറഞ്ഞ മുസാഫർപൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു 1-ാം ക്ലാസ് ബോഗിയിൽ നിന്നും കൈവിലങ്ങുമായി 18-19 വയസ്സ് തോന്നിക്കുന്ന ആ കൗമാരക്കാരൻ അക്ഷോഭ്യനായി നടന്നു നീങ്ങി എന്നാണ് അന്നേ ദിവസം ഇംഗ്ലീഷ് പത്രമായ സ്റ്റേറ്റ്സ്മാൻ റിപ്പോർട്ട് ചെയ്തത്. 1908 മെയ് 21 ഖുദിറാം ഉൾപ്പെട്ട കേസിൻ്റെ വിചാരണ ആരംഭിച്ചത്. കേൻഡോഫ് എന്ന ഇംഗ്ലീഷുകാരനോടൊപ്പം നതുനി പ്രസാദ്, ജനകപ്രസാദ് എന്നീ ഇന്ത്യക്കാരുമുണ്ടായിരുന്നു. അവരായിരുന്നു ജഡ്ജിമാർ. കാളിദാസ്, ബസു, ഉപേന്ദ്രനാഥ് സെൻ, ക്ഷേത്രനാഥ് ബന്ദോപാധ്യായ എന്നീ പ്രമുഖ അഭിഭാഷകരായിരുന്നു ഖുദിറാമിനു വേണ്ടി കോടതിയിൽ ഹാജരായത്. യാതൊരു ഫീസും വാങ്ങാതെയാണ് ഈ പ്രമുഖരായ അഭിഭാഷകരെല്ലാം തന്നെ ഖുദിറാമിനു വേണ്ടി വാദിച്ചത്. വിചാരണയ്ക്ക് ശേഷം ജഡ്ജി ഖുദിറാമിന് വധശിക്ഷ വിധിച്ചു. ഒരു പുഞ്ചിരിയോടെയാണ് ഖുദിറാം തൻ്റെ വിധി വായിച്ചു കേട്ടത്. തനിക്ക് കുറച്ചുകൂടി സമയം ലഭിച്ചാൽ ജഡ്ജിയെ ബോംബ് നിർമ്മാണം പഠിപ്പിക്കാൻ കഴിഞ്ഞേനെ എന്നാണ് വിധിക്ക് ശേഷം എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഉത്തരമായി ഖുദിറാം പ്രതികരിച്ചത്. നിയമപ്രകാരം 7 ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകുവാൻ കഴിയുമായിരുന്നിട്ടും ആ പ്രത്യേക അവകാശം ഖുദിറാം ആദ്യം വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. എന്നാൽ തൻ്റെ അഭിഭാഷകരുടെ അഭിപ്രായം കൂടി മാനിച്ച് അപ്പീൽ നൽകാൻ ഖുദിറാം തയ്യാറായി. എന്നാൽ മേൽക്കോടതിയും ശിക്ഷ ശരിവയ്ക്കുകയായിരുന്നു. 1908 ഓഗസ്റ്റ് 19 6 മണിക്ക് ബോസിനെ തൂക്കിക്കൊല്ലുകയുണ്ടായി. പ്രസന്നവദനായിട്ടാണ് ഖുദിറാം കൊലമരത്തിലേക്ക് നടന്നു കയറിയതെന്ന് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് അമൃത് ബസാർ പത്രിക എന്ന പത്രം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ചെറുപ്രായത്തിൽ തന്നെ രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ഖുദിറാം ബോസ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു വീരനായകനായി കണക്കാക്കപ്പെടുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ നിഴലിൽ അതിജീവനത്തേക്കാൾ മരണമാണ് ഖുദിറാം ബോസ് തിരഞ്ഞെടുത്തത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കൊടിയ ക്രൂരതകൾക്കെതിരെ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ബോംബെറിഞ്ഞത് ഒരു കൗമാരക്കാരനായിരുന്നു. നാടിൻ്റെ ഹതഭാഗ്യമോർത്ത് വിലപിച്ചിരിക്കാതെ വിപ്ലവത്തിൻ്റെ പോരാട്ട വഴിയിലേക്കിറങ്ങിയ ഖുദിറാം ബോസായിരുന്നു അത്. ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുമ്പോൾ
19 വയസ്സ് തികഞ്ഞിരുന്നില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും തീവ്രമായ അധ്യായങ്ങളിൽ ഒന്നാണ് ഖുദിറാമിൻ്റെ ജീവിതവും രക്തസാക്ഷിത്വവും. സെഷൻസ് കോടതി ഖുദിറാമിന് വധശിക്ഷ വിധിച്ചപ്പോൾ ചിരി തൂകി നിന്ന ഖുദിറാമിനോട് വിധി മനസ്സിലായോ എന്ന് കോടതി ചോദിച്ചു. ഉവ്വെന്ന് ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ചോദ്യത്തിന് കുറച്ച് സമയം തന്നാൽ ജഡ്ജിയെ ബോംബുണ്ടാക്കാൻ പഠിപ്പിക്കാമെന്നായിരുന്നു മറുപടി. പുഞ്ചിരിച്ചുകൊണ്ട് തൂക്കുമരത്തിലേറിയ ധീരവിപ്ലവകാരിയായ 18കാരനായ ഖുദിറാം ബോസിൻ്റെ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.